എത്രയാണ് കേട്ടാ 10:55 ഒരു ട്രെയിൻ വരുന്നുണ്ട്. അതിൽ ഞങ്ങളൊരു ആളെ കാണാൻ വേണ്ടി പോവാണ്. ഈ ഫ്രണ്ടിന് പേര് പറഞ്ഞാൽ മിക്കവരും അറിയും. വിഘ്നേഷ് കിച്ചൻ എന്ന് പറഞ്ഞ യൂട്യൂബിനകത്ത് അടിച്ചു നോക്കിയാൽ തന്നെ ഈ ഫ്രണ്ടിൻ്റെ ചാനൽ വരും. ഫ്രണ്ടെന്നല്ല, ഒരു സഹോദര സ്ഥാനമുള്ള ഒരു പയ്യനേട്ടനുമായിട്ട് നല്ല അടുപ്പമായിട്ട് കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാൾ. അപ്പോൾ അതൊരു ചെറിയ പയ്യനാണ്. അപ്പോൾ അവനെ കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ്. നമ്മൾക്ക് രാത്രിയെന്നോ പകലെന്നോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾക്കിപ്പോൾ ഇവിടുന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ചായയൊക്കെ വാങ്ങിയിട്ട് പോകാം എന്ന് വിചാരിച്ചു. നമ്മളോട് ചോദിക്കുകയും ചെയ്തു. ഇന്ന പോലെ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒലവക്കോട് എത്തും, അപ്പോൾ അതായത് ചെന്നൈക്ക് പോവുകയാണ്, അപ്പോൾ അതിനിടയിലൊന്ന് കാണാൻ പറ്റുവാണെങ്കിൽ കാണാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഏട്ടൻ മാത്രം പോകാനായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പം ഞാനും എന്തായാലും എനിക്ക് അറിയുന്ന ആണല്ലോ, അപ്പം ഞാനും പോകാമെന്ന് വിചാരിച്ചു. എന്താണ് ഏട്ടാ ഇങ്ങോട്ട് പോണേ? ഓ, ചായ വാങ്ങിക്കല്ലേ. ഈ സമയം അത്ര നല്ല സമയമല്ലാത്തതുകൊണ്ടും 11 മണി ആയല്ലോ, 11 മണിക്ക് 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ആ സമയം ആയതുകൊണ്ടും ആ ചായക്കടയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ അത്ര നല്ല ഇതിലല്ലായിരുന്നു. കുറച്ചധികം ഡോസായ പോലെ ഉണ്ട് സംസാരിക്കുന്നതൊക്കെ. ഞാൻ കുറച്ച് നേരം ശ്രദ്ധിച്ച് നോക്കി നിന്നു. ഏട്ടൻ്റെ കൺട്രോൾ വിട്ടെങ്ങാനും സംസാരിക്കുകയൊന്നും ചെയ്തിരുന്നെങ്കിൽ ഒരടി ഉറപ്പായിരുന്നു. അയാൾ ഡോസാണ് കേട്ടാ അവിടെ നിന്നാള് അല്ലേ, തോന്നി. ക്ലാസ് പറഞ്ഞു പോകുമോ? ആൾക്കാരൊക്കെ കിടക്കുന്നു. കുറേയധികം പേര് അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായും പോലീസ് വന്ന് അവരൊക്കെ ഓടിച്ചു വിടും. ഇതിനു മുമ്പ് ഞങ്ങൾ ഇതുപോലെ എവിടേക്കോ പോയിട്ട് വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നവരൊക്കെ ഓടിച്ചു വിടുന്നത്. എന്തായാലും ഇവിടെ കിടന്നു വെച്ചാൽ ഓടിച്ചു വിടുന്നറിയാം, പിന്നെയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, പകൽ സമയത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും രാത്രി സമയത്ത് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വ്യക്തമായിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഈ നേരത്ത് കാണാനായിട്ട്. നമ്മൾ ദൂരം നിന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മളുടെ മലമ്പുഴയുടെ ഡാമില്ലേ, ആ ഡാമിൻ്റെ ഡിസൈനൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് വണ്ടിയിൽ പോകുന്നതിനും കൂടെ അത് വ്യക്തമായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. തൂക്കുപാത്രം കൊണ്ട് എവിടെ പോകുന്നു? നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നാമത് 10 മിനിറ്റ് സമയമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം ഞങ്ങൾ വന്നതായിരുന്നു. കാരണം എങ്ങാനും മിസ്സായി പോയിന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നേരം വന്നത് വേസ്റ്റ് ആവില്ലേ, അതുകൊണ്ട്. പക്ഷെ ഞങ്ങൾ വന്ന് കഴിഞ്ഞിട്ടും ഒരു 2 മിനിറ്റൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു ട്രെയിൻ വന്നത്. प्लेटफॉर्म क्रमांक 3 पर खड़े हैं। For the kind attention of passengers, train number 1818 Tata 2 Ernakulam Express is on Palakkad Junction. 3:14 17 എത്തിയിട്ടുള്ളൂ. പിന്നെയും പോണം കേട്ടാ. ഇപ്പം എന്നെ കാണുമ്പോഴേ ശരിക്കും ഇപ്പോൾ കുറേ പേര് ഇവിടെ ഇരിക്കുന്നില്ലേ ഹിന്ദിക്കാർ, അതുപോലെ തന്നെ ഇല്ലേ എന്നെ കാണുമ്പോൾ നോക്കി എൻ്റെ ഡ്രസ്സും എല്ലാം കൂടെ കാണുമ്പോൾ എനിക്കേ തോന്നുന്നുണ്ട് അങ്ങനെ. ഇത് ഫുൾ AC കമ്പാർട്ട്മെൻ്റ് ആണ് അല്ലേ അല്ലേ? സെക്കൻഡ് ക്ലാസ് പാസഞ്ചറാണ്. ആ പോകുന്ന ചേട്ടന് കണ്ണിന് കാഴ്ചയില്ലെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ വടി ഇങ്ങനെ കുത്തിയിട്ടായിരുന്നു പോയത്. നമ്മളെല്ലാം രാത്രി നല്ല സുരക്ഷിതമായിട്ട് വീട്ടിനകത്ത് കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെയും ചില മനുഷ്യരുണ്ട്.
എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾക്ക് ഇപ്പോഴും ഒന്നും പോരാന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. എപ്പോഴും അപകടം നമ്മൾ അധികവും ചോദിച്ച് വാങ്ങുന്നതാണ്. വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് 2 മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരുന്നു, എന്നിട്ടും ആ പയ്യൻ എന്താ പറയുക, അതിനകത്ത് ചാടി വന്നപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മളുടെ കാലനാവുന്നതെന്ന് എനിക്ക് തോന്നി. മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോഴേ അതേപോലെ 2 പേര് അങ്ങ് കടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോഴും അവർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ആൾ വന്ന ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാത്തു നിൽക്കുന്നത് കറക്റ്റ് സ്ഥലത്താണോ എന്നറിയില്ല. എവിടെ ഏകദേശം S2 അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു 15, 16 ആ സ്ഥലത്ത് അവിടെ എഴുതി വെച്ച ആ നമ്പറില്ല, അത്രയും സ്ഥലത്ത് അവിടെ എത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകേണ്ടി വരുമായിരിക്കും തോന്നുന്നു. AC അല്ലല്ലോ പറഞ്ഞത്, സ്ലീപ്പർ അല്ലേ പറഞ്ഞത്. S2 നമ്മൾ പോണ പോലെ ഉണ്ടല്ലേ ഇങ്ങനെ നോക്കുമ്പോൾ. അതിന് കടന്നുറങ്ങണം നോക്കി. ടിക്കറ്റ് കൊണ്ടുവരില്ല, ക്യാഷ് കിട്ടുന്ന ദിവസമാണ് ടിക്കറ്റ്. എൻ്റെ കോഴിക്കോട് സ്റ്റേഷനിൽ എപ്പോൾ കൊടുക്കും തരില്ല, അതാണ് കൊടുക്കില്ല. ചേച്ചി വളരെ സന്തോഷമാണ്. ചായ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞല്ലോ. അപ്പോൾ ചൂടാറിയിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ച് കുറച്ച് നല്ല ചൂട്ടോടെ കൊണ്ടുവരുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും നമ്മൾ വന്ന സമയത്തിനുള്ളിൽ ചായ ചൂടാറിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് വിളിച്ച് പറയുകയും ചെയ്തു. നല്ല ഫേമസായ യൂട്യൂബറാണ്, വിഘ്നേഷ് കിച്ചൻ എന്നാണ് ചാനലിൻ്റെ പേര്. ഒരുപാട് റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കുക്കിംഗ് വീഡിയോ ആണ് അധികവും ചെയ്യുന്നത്. എന്തായാലും വന്നതിലും കണ്ടതിലും ഒരുപാട് സന്തോഷം. മൈജിയുടെ പരസ്യത്തിനകത്ത് മഞ്ജു ചേച്ചിനെ കണ്ടപ്പോൾ 16 വയസ്സ് താഴെ കാണുകയുള്ളൂ എന്ന് തോന്നിപ്പോയി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. 2 മിനിറ്റ് ട്രെയിൻ നിന്നുള്ളൂ, വന്നു കണ്ടു. ഞങ്ങൾ ചായ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോവുകയും ചെയ്തു. അത്ര സമയം ഉണ്ടായിരുന്നു കാണാനായി. തമിഴ് വായിക്കണേ. ഇല്ല, ഇനിയിപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ലല്ലോ. കാരണം എനിക്ക് തമിഴ് അറിയാത്തതുകൊണ്ടേ. നിങ്ങൾ അതുകൊണ്ട് മെല്ലെ പോയാൽ മതി. നിങ്ങളത് എങ്ങനെ വായിച്ചാലും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, എനിക്ക് തമിഴ് അറിയില്ലല്ലോ. അതുകൊണ്ട് സമയം 11 മണിയായ 11 മണി ആയി തോന്നുന്നു. എല്ലാവരുടെയും അടച്ചു കഴിഞ്ഞു.